ഇവിടെ ഇവിടെ സച്ചിൻ ദേവ് MLA അടക്കമുള്ളവർ വീണ്ടും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. വിജയകുമാർ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഇന്ന് ഇന്ദ്രപാലിനെ പോലുള്ള ഇവിടെ എത്തിയിട്ടുള്ള എക്സ്പെർട്ടുകളും ആ എക്സ്പെർട്ടുകൾ ഉണ്ടാക്കിയ ഒരു പ്ലാൻ വളരെ കൃത്യമായി വർക്കൗട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഇന്ന് തന്നെ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറച്ച പ്രതീക്ഷയുണ്ട്. വലിയ ഒഴുക്കാണെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ 2 to 3 നോട്ട്സ് ആണെങ്കിൽ മാത്രം ഇറങ്ങാൻ കഴിയുമെന്ന് ഡിഫൻസ് ബ്യൂറോ പറയുകയാണ്. അപ്പോൾ ഇപ്പോഴും ഒഴുക്കാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ബി പ്ലാൻ ഉണ്ടോ എന്ന് അറിയാവോ MLA? ഇവിടെ ഒഴുക്കിന്റെ പ്രശ്നവും ഞങ്ങൾ പിന്നെ മേജർ ഇന്ദ്രപാലുമായി സംസാരിച്ചിരുന്നു. അവരെ സംബന്ധിച്ച് മുമ്പ് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിനേക്കാൾ ഒഴുക്കുള്ള, ഇതിനേക്കാൾ പ്രതികൂലമായ കാലാവസ്ഥയുള്ള, ഇതിനേക്കാൾ പ്രതിസന്ധിയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്തരമൊരു അന്തരീക്ഷത്തിൽ നിന്നൊക്കെ അവർക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കോൺഫിഡൻസ് അവരെ സംബന്ധിച്ചുണ്ട്. ആ കോൺഫിഡൻസ് കാണുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാറി മാറി വരുന്ന കാലാവസ്ഥ, നല്ല മഴ, അതോടൊപ്പം തന്നെ വേഗതയിലുള്ള കാറ്റ്, അതേ സാഹചര്യത്തിൽ തന്നെ പുഴയിലെ അതിവേഗതയിലുള്ള ഒഴുക്ക്, ഇതൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എങ്കിലും നമുക്കതിനെയൊക്കെ നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പ്ലാൻ പ്രകാരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഇന്നലെ ജില്ലാ കളക്ടറും ആ നിലയിലാണ് ഞങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. SP യും അതുപോലെ തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ MLA സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ് ഈ ദിവസങ്ങളൊക്കെ ഇവിടെയുണ്ട്. അവർ കാര്യങ്ങൾ കൃത്യമായി തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. അവർ കളക്ടറുമായി സംസാരിക്കുന്നുണ്ട്. അവർ ഈ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന ഇടപെടലൊക്കെ നടത്തുന്നുണ്ട്. യോഗങ്ങളിലൊക്കെ അവർ പങ്കെടുക്കുന്നുണ്ട്. പലയാവർത്തി സച്ചിൻ ദേവ് കളക്ടറുമായി സംസാരിച്ചു. ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഓരോ ഇടപെടലും അത് നിർണായകമാണ് വിജയകുമാർ. അപ്പോൾ ഈ ഇടപെടൽ നടത്തുന്നവരോടൊക്കെ നമുക്ക് നന്ദിപൂർവ്വം മാത്രമേ സ്മരിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടുത്തെ കാർവാർ MLA ആവട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട MLA-മാരാവട്ടെ. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഒരു വാർത്ത, അത് ശുഭവാർത്തയാകണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു വിജയകുമാർ. പക്ഷേ ഒരു വാർത്ത പുറത്തേക്ക് നൽകാൻ കഴിയും എന്ന ഉറച്ച പ്രതീക്ഷ എല്ലാവരും വെച്ച് പുലർത്തുകയാണ് വിജയകുമാർ.